ഈജിപ്തിന് പുറമെ സിറിയൻ മിലീഷ്യ ഗ്രൂപ്പും സജീവമാകുന്നു. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേഖലയിൽ മിലീഷ്യ ഗ്രൂപ്പ് സജീവമായിട്ട് നിൽക്കുന്നത്. ബഷർ അൽ അസദിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ നിലവിലെ ഭരണ സംവിധാനം അവിടെ തുടരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മേഖലയിൽ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകൾ ഇല്ല എന്നായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നത്. അഥവാ ഷിയ വിഭാഗങ്ങൾ അപ്പാടെ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഗോത്ര സംസ്കാരം നിലനിൽക്കുന്ന സിറിയയിൽ അവരുടെ വിഭാഗത്തെ അണിനിരത്തുകയും ഏകോപിപ്പിക്കുകയും ഗ്രാമീണ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം ഈ വിഭാഗം ഏറ്റെടുക്കുകയും ചെയ്തു. സുന്നികൾ കുറവും ഷിയാക്കൾ ഭൂരിപക്ഷവുമുള്ള ഒരു രാജ്യം കൂടിയാണ് സിറിയ. ഇപ്പോൾ ഈ മേഖലയിൽ ഷിയ വിഭാഗം വലിയ സജീവമാണ്. ആ സജീവതയിൽ വേണ്ടി വന്നാൽ ഇറാന് വേണ്ടി സേവനം ചെയ്യും എന്ന് പോലും ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നു. അഥവാ യുദ്ധസമാന സാഹചര്യങ്ങൾ ഇസ്രായേലിനെതിരെയോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഹൂത്തികളോടും ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനോടും ചേർന്നുകൊണ്ട്, ഇനി വേണമെങ്കിൽ പാലസ്തീനിലെ ഹമാസിനോട് ചേർന്നുകൊണ്ട് പട നയിക്കാൻ തയ്യാറാണ് എന്ന് സിറിയയുടെ വിഭാഗം പറയുകയും അവരുടെ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയും തീരുമാനിച്ചു. ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അഥവാ ഇറാഖിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഇനി സിറിയയിൽ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. മുമ്പ് അടച്ചു പൂട്ടപ്പെട്ട പല സ്ഥാപനങ്ങളും പല സംവിധാനങ്ങളും ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നു. അത് യുദ്ധ സമാന സാഹചര്യമാകുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി തീവ്രത കൂടും എന്ന കാര്യത്തിലും സംശയമല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ്റെ നിലപാട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നിലപാടാണ് ഇറാൻ്റെത്. ലോകത്താകമാനുള്ള ഷിയ മിലീഷ്യ വിഭാഗത്തിൻ്റെ ആസ്ഥാന മന്ദിരമായിട്ട് തന്നെയാണ്, അല്ല ആസ്ഥാനമായിട്ടാണ് ഇറാനെ കാണുന്നത്. ലോകത്തെല്ലാ രാജ്യത്തും ഷിയാക്കളുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഒരു ഏകോപനം ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രിട്ടനിൽ പോലും യഥാർത്ഥത്തിൽ ഈ ഷിയ മിലീഷ്യ വിഭാഗം സജീവമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സർവ്വ മേഖലയിലും അവർ സജീവ സാന്നിധ്യം വഹിക്കുകയും സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ ഷിയ വിഭാഗം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളിൽ തലസ്ഥാനമായിരിക്കുന്ന കറാച്ചി പോലെയുള്ള ഏരിയകൾ, ഇസ്ലാമാബാദ് കറാച്ചി പോലെയുള്ള തലസ്ഥാന നഗരിയും തന്ത്രപ്രധാന നഗരങ്ങളിലെല്ലാം സാമ്പത്തിക മുന്നേറ്റമുള്ളിടത്തെല്ലാം ഷിയാക്കളാണ്, അത് കുറവുള്ളിടത്തെല്ലാം സുന്നികളാണ്. രണ്ട് രൂപത്തിലാണ് അവിടുത്തെ ജീവിത അവസ്ഥയും സാഹചര്യങ്ങളും എന്നും വിലയിരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഏകോപന സംവിധാനങ്ങൾ, കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഏകോപന സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അത് സാരമായിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽക്കുക എന്നുള്ളത് അവരുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. അതിന് ഏത് തരത്തിലുള്ള ഇടപെടലുകളും ഇറാൻ്റെ ഭാഗത്തോളം ഉണ്ടാവും. സാമ്പത്തിക രംഗത്ത്, ആയുധ രംഗത്ത്, സായുധ രംഗത്തെല്ലാം ഇത്തരം വിഭാഗങ്ങളെ ഇറാൻ സഹായിക്കുന്നുണ്ട് എന്ന് മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ്. അതവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യാവസ്ഥകൾ നോക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റക്കൊരു യുദ്ധത്തെ നയിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സംഘശക്തിയായിരിക്കുന്ന അമേരിക്കയോട് ഒരു മൂന്നാം ലോക രാജ്യത്തിൻ്റെ താഴെ സ്ഥാനമുള്ള ഇറാൻ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് യുദ്ധത്തിൻ്റെ കാഠിന്യം കുറച്ചുകൂടി കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ശ്രമങ്ങൾ ഖത്തറും പാകിസ്ഥാനും ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ മേഖലയിൽ ഉണ്ടാക്കുന്ന അസ്ഥിരത, അനൈക്യം, ഇതെല്ലാം
വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്. ഇറാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ജോർജ് ബുഷിനോട് പറഞ്ഞത്, ഞങ്ങളുടെ സാംസ്കാരിക നിലയത്തിന് നേരെ വെടിവെക്കാൻ പാടില്ല, അത് ഞങ്ങളുടെ ഹൃദയത്തിന് വെടിവെക്കുന്നതിന് തുല്യമാണ്. മാനവ സംസ്കാരം, മുസ്ലിം സംസ്കാരം, അറേബ്യൻ സംസ്കാരം എല്ലാം ഇറാഖിലെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പോൾ അവിടേക്ക് ഒരു വിദേശ ശക്തികൾ വന്നുകൊണ്ട് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ സാംസ്കാരികപരമായിരിക്കുന്ന വലിയ അപജയമായിട്ട് ലോകം വിലയിരുത്തും എന്നൊക്കെ പറഞ്ഞ അതേ സൗദി അറേബ്യ തന്നെ ഇതേ അമേരിക്കയെ വിളിച്ചു വരുത്തി ഇറാഖിന് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നിസ്സാരമല്ല, വളരെ വളരെ വലുതാണ്. പ്രത്യശാസ്ത്ര സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ അപാകതകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ മുമ്പ് തടയപ്പെട്ട അതേ വിഭാഗം തന്നെ ഇപ്പോൾ സ്വീകരണം നടത്തുകയും ഇറാഖിലേക്ക് അമേരിക്കയെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും എല്ലാ കാലത്തും അമേരിക്കയെ ഹീറോ ആയി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ വിഭിന്നമാണ് അഭിപ്രായങ്ങൾ, വിഭിന്നമാണ് സമീപനങ്ങൾ, നിലപാടുകൾ. അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിലപാടുകളില്ലാത്ത ഒരു രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അമേരിക്ക മാറിയിരിക്കുന്നു. അവരെന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും നിലനിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയാണ്. അഥവാ അമേരിക്കയോടൊപ്പം ചേരാനുള്ള നിലപാട് അതിപ്പോൾ സൗദി അറേബ്യ അല്ല വേറെ ഏതോ രാജ്യങ്ങളാണെങ്കിൽ പോലും അത് ഭയാശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്നുള്ളത്. എല്ലാ ഘട്ടത്തിലും അവരതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും മാനനഷ്ടങ്ങളും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുള്ള വളരെ കൃത്യമാണ്. എന്നാൽ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അവസ്ഥ ഇങ്ങനെയൊന്നും അല്ല പോകുന്നത്. അവസ്ഥ മറ്റൊരു തരത്തിലേക്കാണ്, മറ്റൊരു രീതിയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേർന്ന് നിൽക്കേണ്ട രാജ്യങ്ങൾ ചേർന്ന് നിൽക്കേണ്ട സംവിധാനങ്ങളൊക്കെ ചെതറി നിൽക്കുന്ന ഒരു രീതി. ഈ മേഖലയിൽ കൂട്ടിയോജിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ട രാജ്യമാണ് സൗദി അറേബ്യ. അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അവരവരുടെ രാഷ്ട്രീയത്തിനും അവരവരുടെ നിലനിൽപ്പിനും വേണ്ടി അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ മാറുക, ഈ മുൻപ് പറഞ്ഞതൊക്കെ മറന്നു പോവുക എന്നുള്ളതൊക്കെ ഇപ്പോൾ സാധാരണഗതിയിലുള്ളൊരു വർത്തമാന സംഭവമായിട്ട് മാത്രമേ വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിലപാട് ആവർത്തിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന യുദ്ധമാണ്. അതല്ലാതെ മറ്റൊരു പോംവയും അവർക്കില്ല. അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുന്നേറ്റം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതോടുകൂടി ഇറാൻ അസ്തമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇസ്രായേലും തീരേണ്ട രാജ്യമാണ്, തീർക്കേണ്ട രാജ്യമാണ് എന്ന അഭിപ്രായം തന്നെയാണ് മറ്റ് ലോക രാജ്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ തന്നെ പിടിച്ചു നിർത്താനൊന്നും സാധിക്കുകയില്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്. അവർക്ക് അവരുടേതായിരിക്കുന്ന നിലപാടുകളും നിലനിൽപ്പും ഉണ്ട്. അതിനനുസരിച്ച് തന്നെ നീങ്ങാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകളിൽ നിന്ന് ഈ അവസ്ഥകൾ നമ്മൾ വായിച്ചെടുക്കുന്ന സമയത്ത് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സംവിധാനം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നുണ്ട് എന്നുകൂടി തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം ഈ മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരുന്ന സമയത്ത് അത് സ്വാധീനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തിയതെല്ലാം പരാജയത്തിലാണ് കലാശിച്ചത്. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ്
സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടേതായിരിക്കുന്ന ചില നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയോടൊപ്പം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് വ്യാപകമായിരിക്കുന്ന പ്രതിഷേധത്തിലാണ് എത്തിയത് എന്നുകൂടി തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.